മാലിന്യമുക്ത കേരളത്തിൻ്റെ അംബാസിഡറായിട്ട് നിങ്ങളെ മാറ്റുക നമ്മൾ സന്തോഷം. ഓക്കെ, അവിടെ റൂളുണ്ട്. പക്ഷെ ഒരു വാങ്ങാണ്ടിക്ക് 25,000 രൂപ ഒന്നുമില്ല. അവിടെ പോയി കഴിഞ്ഞാൽ ഒരു $100 വെച്ചോണം. അത് റൂളാണ്. ഞാൻ പറഞ്ഞു റൂളൊക്കെ ശരിയാണ്, പക്ഷെ ഒരു വാങ്ങാണ്ടിക്ക് 25,000 രൂപ. പ്ലാസയിലാണ് നിൽക്കുന്നത്. 6 വർഷമായിട്ട് ഞാൻ ഇവിടെ താമസിക്കുന്നത്. എല്ലാം ഈ കൊണ്ടാട്ടം സ്റ്റൈലിലുള്ള പാട്ടാണ്. മെലഡി ഇപ്പോൾ ഒരെണ്ണം വന്നിട്ടുണ്ട്. എന്നിട്ട് അടുത്തൊരു വാക്ക് എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ശ്രീകുട്ടൻ ഒരു വർഷത്തേക്ക് പാടിയില്ലെങ്കിലും കുഴപ്പമില്ലെന്നോ. ഞാൻ ചോദിച്ചാൽ അതെന്താണ് അങ്ങനെ പറയുന്നത്? സാറ് ഇൻസ്റ്റാഗ്രാം ഒന്നും യൂസ് ചെയ്യാറില്ല? അങ്ങനെ സോഷ്യൽ യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ എനിക്ക് അത്ര പിടുത്തമുള്ള കാര്യമല്ല. ഫേസ്ബുക്ക് ഉണ്ട്. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ പറയാറായിട്ടില്ല. തുടരും. എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തു. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ, അതുപോലെ കൊണ്ടാട്ടത്തിൽ എനിക്ക് തുടക്കം കുറിക്കാനും സാധിച്ചു. അതിൻ്റെ ഒരു ഓപ്പണിംഗ് സീനിനകത്ത് വരാൻ. ഇനിയിപ്പോൾ ഒരു 3-4 പടത്തിൽ ഞാൻ പാടിയിട്ടുണ്ട്. നാളെ ഒരു റെക്കോർഡിംഗ് ഉണ്ട്. എല്ലാം ഈ കൊണ്ടാട്ടം സ്റ്റൈലിലുള്ള പാട്ടാണ്. മെലഡി ഇപ്പോൾ ഒരെണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ പടങ്ങളുടെ പേര് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇതിൻ്റെ പേരൊക്കെ പിന്നെ ലാസ്റ്റിലല്ലേ. എല്ലാം ഫാസ്റ്റ് നമ്പേഴ്സാണ്. ഒന്നിലൊരു റാപ്പ് വരും. റാപ്പ് വന്നിട്ട് ഒരു സോങ്ങാണ്. ഒന്നൊരു പക്ക അടിപൊളിയാണ്. പിന്നെ ഒന്നൊരു മെലഡി സോങ്, ഞാൻ പറഞ്ഞല്ലോ, ഒരു മെലഡി സോങ്ങിൻ്റെ രീതിയിലുള്ളതാണ്. ഒന്നൊരു തീർത്തും പാത്തോസാണ്. അപ്പോൾ അങ്ങനെ 3-4 പ്രോജക്റ്റ് വരുന്നുണ്ട്. പറയാറായിട്ടില്ല, പാടിക്കഴിഞ്ഞു. സാർ ഏതെങ്കിലും ഒരു പാട്ടിന് 2 ലൈൻ ഒന്ന് പാടാവോ? സാർക്ക് ഇപ്പോൾ പാടിയതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള 2 ലൈൻ ഒന്ന് നിങ്ങളുടെ ഒരു പ്രേക്ഷകർക്ക് വേണ്ടി. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പോത്തു നിന്നാട്ടെ. ഓക്കെ, ഇതെല്ലാവർക്കും അറിയാമല്ലോ. ലാലേട്ടൻ കോമ്പോ എന്ന് പറഞ്ഞാൽ അത് ഒരു ബ്രാൻഡ് തന്നെയാണ്. ഇപ്പോൾ റീസെന്റ് ഇറങ്ങിയ പടങ്ങളൊക്കെ ഹിറ്റ്. അതിനകത്തൊരു ചേഞ്ച് വന്നാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഒരുപാട് നാളായിട്ട് നമ്മൾ കുറേ പാട്ടുകൾ കേട്ടുകൊണ്ടിരുന്നെങ്കിലും നമ്മുടെ സംഗീത പ്രേമികൾ, കേരളത്തിലുള്ള ചെറുപ്പക്കാരായാലും മിഡിൽ ഏജിലായാലും വയസ്സായിട്ടുള്ള ആൾക്കാരാണേലും, അവർക്ക് ഇപ്പോഴും ഇഷ്ടം ഈ ടൈപ്പ് ഓഫ് സോങ്സ് ആണെന്നുള്ളത് അത് തെളിയിച്ചു. അത് ജെക്സ് ബിജോയുടെ തന്നെ വേറൊരു പാട്ടുണ്ടല്ലോ ഇതിനകത്തൊന്ന്, ഏതാണ്, മിന്നൽ വള. അതും നമ്മുടെ പഴയതുപോലെ പഴയ പാട്ടുകളുടെ ശീലം തന്നെയാണ്. തത്തരറ്റ തത്തരാരി തിത്തരര. അത് ഇതുപോലത്തെ പാട്ട് ഒരുപാട് ഞാൻ പാടിയിട്ടുണ്ട് പണ്ട്, അറിയാമല്ലോ. കറുത്ത പെണ്ണേ, അതൊക്കെ ആ ഒരു ജോണറിൽ വരുന്നതാണ്. അപ്പോൾ വീണ്ടും അങ്ങനെ ഒരു മ്യൂസിക് ലവേഴ്സിൻ്റെ ഒരു ചായ്വ് അതിനകത്തോട്ട് വന്നു. മാത്രവുമല്ല, ഇപ്പം ലാലിൻ്റെ പടം ഞാൻ കേട്ടതാണ്, എനിക്ക് അറിഞ്ഞൂടാ, തൃശ്ശൂർ എവിടെയോ ചോട്ടാമുമ്പ് അങ്ങനത്തെ ഏതോ ഒരു പടം റിലീസ് ചെയ്തിട്ട് അതിനകത്തുള്ള ഈ ചെട്ടികുളങ്ങര, അതല്ലേ ചോട്ടാമുമ്പ? ആ, അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര ഹിറ്റായെന്ന് കേട്ടു. അപ്പോൾ അത് കേട്ടപ്പോൾ ഒരു സന്തോഷം. പാട്ടും അതെ തല, അതെ കറക്റ്റ്. അപ്പോൾ ഒരു സന്തോഷം. പിന്നെ മാത്രമല്ല, ഞാനിപ്പോൾ 1.5-2 മാസത്തോളം US-ലായിരുന്നു. ഏകദേശം 16 പ്രോഗ്രാം ഉണ്ട് ഞാനും സ്റ്റീഫൻ ദേവസിക്കായിട്ട്. അവിടെ ചെല്ലുമ്പോഴും പാട്ടുകളെല്ലാം പാടുന്നത് ഇതൊക്കെ തന്നെയാണ്. അതായത് എൻ്റെ അടുത്ത് ലാൽ ഈ കൊണ്ടാട്ടം പാടിക്കഴിഞ്ഞ് കേട്ട ഉടനെ പറഞ്ഞു, നമുക്കിത് ഷൂട്ട് ചെയ്യാം, പടത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. പക്ഷേ പറ്റുന്നില്ല, കാരണം അതിനൊരു സ്പേസ് ഇല്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിത് ഷൂട്ട് ചെയ്തിട്ട് ഇപ്പോൾ പ്രൊമോ ആയിട്ട് കൊടുക്കാമെന്നുണ്ട്. എന്നിട്ട് അടുത്തൊരു വാക്ക് എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ശ്രീകുട്ടൻ ഒരു വർഷത്തേക്ക് പാടിയില്ലെങ്കിലും കുഴപ്പമില്ലെന്നോ. ഞാൻ ചോദിച്ചാൽ അതെന്താണ് അങ്ങനെ പറയുന്നത്? അത് പറഞ്ഞല്ല, ഇൻട്രോ ആയി. അത് മറ്റേ പഴനിമല മുരുകന് പള്ളിരേ ഏതാങ്കണക്ക്, അത് ഇൻട്രോവിൽ നമുക്കൊരു കാര്യം ചെയ്യാം, തിരിച്ചിടാം. അതായത് മറ്റേ ശൂരം പഴയുടെ ചെമ്പട് ഇൻട്രോവൽ എന്ന് പറയുന്നത് നമുക്ക് ലാസ്റ്റ് സോങ് ഉണ്ടല്ലോ, വേൽമുരുക ഹരോഹര, ശൂരം പടയുടെ ചെമ്പട കുട്ടി. ക്ലൈമാക്സ് സോങ് അഴകായി ഒരുങ്ങി വന്നാൽ കൊണ്ടാട്ടം പോലെ. ഞാൻ പറഞ്ഞ അത് പോരാ, ഇനി വരുന്ന എല്ലാ പടത്തിലും ഞാൻ പാടും എന്ന് ചുമ്മാ പറഞ്ഞു.
നടക്കട്ടെ എന്ന് പറഞ്ഞു. എല്ലാം ദൈവത്തിൻ്റെ കയ്യിലല്ലേ. പിന്നെ ആറാട്ടിലെ മറ്റേ ഫെജോടെ സാറിൻ്റെ ഒരു കോംബോ ഉണ്ടായിരുന്നല്ലോ, അത് ഇപ്പോഴും ആ സോങ് ഭയങ്കര ഇതാണ്. സോങ് ഭയങ്കര ബ്രാൻഡാണ്. ഇപ്പോൾ ലാലേട്ടൻ എൻട്രി ചെയ്ത് മിക്കതും ഇപ്പോൾ തുടരുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ആറാട്ടിട്ടാണ് ഏതെങ്കിലും റീൽസ് ആയിട്ട് അവർ വരിക കൂടുതൽ ഇടുന്നത്. അത് കാണാറുണ്ട്. ഇപ്പോഴും ഒരു ബ്രാൻഡാണ്. അധികം കാണാറ്. ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ഇവിടെ ക്രൗൺ പ്ലാസയിലാണ് നിൽക്കുന്നത്. 6 വർഷമായിട്ട് ഞാൻ ഇവിടെ താമസിക്കുന്നത്. 6 ഇയേഴ്സായി. കാരണം നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 1, 2, 3, 4, 5 ഇനിയിപ്പം അടുത്ത ഈ മാസം അത് കഴിയും. 5 കഴിഞ്ഞ് 6 തുടങ്ങുകയാണ്. ഞാൻ അതിൻ്റെ കുട്ടികളുമായിട്ടുള്ള സഹവാസമാണ് എനിക്ക് കൂടുതലും. അപ്പം ഷൂട്ടുള്ള ദിവസം ഇവിടെ താമസിക്കുന്നത്. ഒരു മാസം ഏകദേശം 14 ദിവസം ഇവിടെ കാണും. സാർ ഇൻസ്റ്റാഗ്രാം ഒന്നും യൂസ് ചെയ്യാറില്ല? അങ്ങനെ സോഷ്യൽ യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ എനിക്ക് അത്ര പിടുത്തമുള്ള കാര്യമല്ല. ഫേസ്ബുക്ക് ഉണ്ട്, അത് സമയം കിട്ടുമ്പോൾ നോക്കും. പക്ഷെ നമ്മൾ എന്തിട്ട് കഴിഞ്ഞാലും നേരെ തലതിരിച്ചുള്ള ഇത് വരുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് നോക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് വരത്തില്ല. അതാണ് അതിനകത്തൊക്കെ. ഇപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ഒരു നെഗറ്റീവ് കമൻസ് ഇടുന്നതാണ് അവർക്കൊരു താല്പര്യം. നമ്മൾ ആരെക്കുറിച്ച് നെഗറ്റീവ് കമൻസ് ഇടാൻ നമുക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ ഒരു പാട്ട് കേട്ടിട്ട് അത് ശരിക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും ചുമ്മാ ഒരു തമ്പിടും. കാരണം ആ പാട്ടുകാരനെ ഇതിനെ വിഷമിപ്പിക്കുന്നത്. ഓക്കെ സാർ, മറ്റേ ഇതിൻ്റെ ഒരു വിവാദം ഉണ്ടായത് അത് കെട്ടടങ്ങി പോയല്ലോ അല്ലേ? ഇവിടെ തേവരയിലുള്ള ആ ഒരു മറ്റേ മാലിന്യം പറയുന്നത് പറഞ്ഞിട്ടൊരു ആവശ്യമില്ല കുത്തിപ്പൊക്കിക്കൊണ്ടിട്ട് അല്ലേ? എന്ത് പറ്റുമെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു ടെമ്പററി ആയിട്ട് വന്നൊരു സ്ത്രീ, എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലൊരു മാവുണ്ട്. അതിനകത്ത് നിന്ന് മാമ്പഴം വീണ് ചെതറി. അപ്പോൾ അതൊരു ചെറിയ ഇതിലെടുത്ത് കളഞ്ഞത്. ഒരു ആൾ അവിടെ ഒരു യാത്രികൻ വീഡിയോ എടുത്തിട്ട് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഗവൺമെൻറ്റിൽ കൊടുത്തിട്ട് വീണ്ടും പഞ്ചായത്തിൽ അയച്ചു കൊടുത്തു. പക്ഷേ പഞ്ചായത്തുകാർ 25,000 രൂപ അടിക്കുമെന്ന് വിചാരിച്ചില്ല, 25,000 രൂപ അടിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പം അത് ഉടനെ തന്നെ ഞാൻ പേ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അന്ന് വൈകുന്നേരം MP രാജേഷ് വിളിച്ചിരുന്നു, മന്ത്രി വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ഇതൊരു റൂളാണ്. ഞാൻ പറഞ്ഞു റൂളൊക്കെ ശരിയാണ്, പക്ഷെ ഒരു മാങ്ങാണ്ടിക്ക് 25,000 രൂപ അടച്ചിരിക്കുന്ന ഈ ലോകത്ത്, അതായത് ഈ ഗ്ലോബിൽ ആദ്യത്തെ മനുഷ്യനായിരിക്കും. അപ്പം പിറ്റേ ദിവസം എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു നിങ്ങളൊരു മാതൃകാ പുരുഷനാണെന്ന്. ഞാൻ പറഞ്ഞു അതെ, കാരണം ഒരു മാങ്ങാണ്ടിക്ക് 25,000 രൂപ കൊടുത്ത ആരും ജീവിതത്തിൽ കാണത്തില്ല. അതിൻ്റെ അടുത്ത ദിവസം വിളിച്ചിട്ട് പറഞ്ഞു മാലിന്യമുക്ത കേരളത്തിൻ്റെ അംബാസിഡറായിട്ട് നിങ്ങളെ മാറ്റുക. നമ്മൾ സന്തോഷം. ഓക്കെ, പണി തന്ന ശേഷം അല്ലെ തിരിച്ചൊന്ന് അമേരിക്കയിലൊക്കെ കുറെ എല്ലാം പറഞ്ഞ് അമേരിക്കയിലെ അപ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കേരളമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ അവിടെ എങ്ങനെയാണ്? അല്ല, അവിടെ റൂളുണ്ട്. പക്ഷെ ഒരു മാങ്ങാണ്ടിക്ക് 25,000 രൂപ ഒന്നുമില്ല. അവിടെ പോയി കഴിഞ്ഞാൽ ഒരു $100 വെച്ചോണം.